Okay. Right. In the last class, we have seen the how we can solve a problem for coplanar concurrent forces to find the resultant. അപ്പോൾ ഇതിന് നമുക്ക് പല സ്റ്റേജസ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, we have got the example. In this particular example, we had 4 forces: F1, F2, F3, and F4. So what we do is we are just splitting these forces, or we are resolving these forces along the x and y axis, so that we get 8 forces. So what we are doing is, first of all we had 4 forces, right? 4 forces which are in some direction, any direction, some arbitrary directions. Then what we do is we just split these forces into 2. So altogether we got 8 forces. In that, 4 is in the x-axis, x direction, and 4 along the y direction. Then what we did is we grouped the x components, and we have given the term sigma fx for that. That fx includes the all x components, and sigma fy includes the y components for each. So here what we do is we are classified into 2 forces. So and after that we get 2 forces, and using these 2 forces and using parallelogram law, we will be getting the resultant R as R equal to sigma fx square plus sigma fy square plus 2 into sigma fx into sigma fy into cos theta, but theta is 90 degree. That is the angle between x-axis and y-axis is 90 degree. അത് നമുക്കറിയാം അല്ലേ? x-axisഉം y-axisഉം തമ്മിലുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി ആണ്, നമുക്ക് ഓൾറെഡി അറിയാം. അതുകൊണ്ട് തന്നെ തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി, ദെയർഫോർ കോസ് തീറ്റ ഈക്വൽ ടു 0. അതുകൊണ്ട് ആ ഒരു ടേം നമ്മൾ ഉപയോഗിക്കുന്നില്ല. സോ വി യൂസ് ദ റിലേഷൻ ആർ ഈക്വൽ ടു സിഗ്മ റൂട്ട് ഓഫ് സിഗ്മ എഫ് എക്സ് സ്ക്വയർ പ്ലസ് സിഗ്മ എഫ് വൈ സ്ക്വയർ. നൗ ഇതിനി എങ്ങനെ വരുന്നു നോക്കാം. അതായത് നമുക്ക് പല പോസിബിലിറ്റീസ് ഉണ്ട്. അതായത് സപ്പോസ് വി ഗെറ്റ് ദ വാല്യൂസ് സിഗ്മ എഫ് എക്സ് അതേപോലെ സിഗ്മ എഫ് വൈ, ഇത് രണ്ട് നമുക്ക് കണ്ടുപിടിക്കും പ്രോബ്ലം ചെയ്യുമ്പോൾ. അപ്പോൾ സപ്പോസ് എഫ് എക്സും എഫ് വൈ രണ്ടും പോസിറ്റീവ് ആണെന്ന് കരുതുക. ഓക്കെ, ഫസ്റ്റ് കേസസ് രണ്ടും പോസിറ്റീവ് ആണെന്ന് കരുതുക. രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ അതിൻ്റെ ഫിഗർ വരുന്നത് എങ്ങനെയായിരിക്കും? അതായത് എക്സ് പോസിറ്റീവ് ആവുമെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, വൈ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും. അതായത് സിഗ്മ എഫ് എക്സ് അതുപോലെ സിഗ്മ എഫ് വൈ. അങ്ങനെയാണെങ്കിൽ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഡയറക്ഷൻ ആയിരിക്കും.
Resultant will be along this direction. ആൻഡ് ഇനി ഈ റിസൾട്ടൻറ്റിൻ്റെ ആംഗിൾ അല്ലെങ്കിൽ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളൊരു ആംഗിൾ നമ്മൾ കൺസിഡർ ചെയ്യും. ആംഗിൾ നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യാൻ പോകുന്നത് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിസ് ആയിരിക്കും. ഓക്കെ, വൈ ആക്സിസ് ചെയ്യുന്നുണ്ടാവും, ചില ടെക്സ്റ്റിൽ വൈ ആക്സിസ് ആയിരിക്കും. ബട്ട് ഫോർ ദ ടൈം ബീങ് വി ആർ യൂസിങ് ദ എക്സ് ആക്സിസ്. അപ്പം നമുക്ക് അങ്ങനെ ചെയ്തു പോവാം. ഓക്കെ, എക്സുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ലെറ്റ് ഇറ്റ് ബി ആൽഫ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടാൻ ആൽഫയുടെ ഒരു റിലേഷൻ ഉണ്ടാവും. ടാൻ ആൽഫ വിൽ ബി ഈക്വൽ ടു അബ്സൊല്യൂട്ട് വാല്യൂ ഓഫ് സിഗ്മ എഫ് വൈ ബൈ സിഗ്മ എഫ് എക്സ് എന്നായിരിക്കും. ഈ അബ്സൊല്യൂട്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതിൻ്റെ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവായിട്ട് നമ്മൾ എടുക്കും അല്ലേ. അതിൻ്റെ സൈൻ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്ത് കളയും. ഇപ്പം നെഗറ്റീവ് 1 ആയാലും എന്തായിരിക്കും അതിൻ്റെ വാല്യൂ? 1 ആയിരിക്കും, പോസിറ്റീവ് 1 ആയിരിക്കും. അപ്പം ടാൻ ആൽഫ ഈക്വൽ ടു അബ്സൊല്യൂട്ട് വാല്യൂ ഓഫ് സിഗ്മ എഫ് വൈ ബൈ സിഗ്മ എഫ് എക്സ്, അതായിരിക്കും ആൽഫ. ഇനി ഇതാണ് ഫസ്റ്റ് കേസ് നമ്മൾ പറഞ്ഞു. നൗ ദ നെക്സ്റ്റ് കേസ് ഇസ് സിഗ്മ എഫ് എക്സ് ഇസ് പോസിറ്റീവ് ആൻഡ് സിഗ്മ എഫ് വൈ ഈസ് നെഗറ്റീവ്. ഇങ്ങനെ വരുവാണെങ്കിൽ ഏത് രീതിയിലായിരിക്കും വരിക? എക്സ് പോസിറ്റീവ് എന്ന് പറയുമ്പം എക്സ് പോസിറ്റീവ്, ദറ്റ് ഇസ് സിഗ്മ എഫ് എക്സ് ഇസ് അലോങ് ദിസ് ഡയറക്ഷൻ, സിഗ്മ എഫ് എക്സ്. ഇനി എഫ് വൈ നെഗറ്റീവ്, ദറ്റ് ഇസ് സിഗ്മ എഫ് വൈ ഈസ് അലോങ് ദിസ് ഡയറക്ഷൻ, സിഗ്മ എഫ് വൈ. In this case, the resultant will be along this direction. അപ്പോൾ ഇതിന് രണ്ടിൻ്റെ ഇടയ്ക്കായിരിക്കും എപ്പോഴും റിസൾട്ടൻ്റ് ആക്ട് ചെയ്യുക. ആൻഡ് ആൽഫ ഷുഡ് ബി എങ്ങനെയായിരുന്നു നമ്മൾ പറഞ്ഞത്? വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിസ് അല്ലേ. അതുകൊണ്ട് നമ്മൾ ആൽഫ എടുക്കുന്നത് ഇവിടെ ആയിരിക്കും. ആൽഫ ഹിയർ ഓൾസോ ടാൻ ആൽഫ, ദ സെയിം റിലേഷൻ, ടാൻ ആൽഫ ഈക്വൽ ടു absolute value of sigma fy by sigma fx. Okay, this is the second case. Now the next case is sigma fx equal to negative, അതുപോലെ സിഗ്മ എഫ് വൈ നെഗറ്റീവ്. രണ്ടും നെഗറ്റീവ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ആ ഒരു പോസിബിലിറ്റി ഉണ്ടാവും അല്ലേ. രണ്ടും നെഗറ്റീവ് ആണെങ്കിൽ, അയ്യോ സോറി, ഇവിടെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, അത് ആരും ശ്രദ്ധിച്ചില്ലേ? അതായത് ഇതിപ്പോൾ നമ്മൾ രണ്ടും നെഗറ്റീവ് ആയിരുന്നു അല്ലേ. ഓക്കെ. അപ്പോൾ ഈ കേസ് നമുക്ക് പറയാം, ഇത് രണ്ടും നെഗറ്റീവ് ആവുന്ന കേസിലാണ്. ഓക്കെ, ഇത് എഫ് എക്സും നെഗറ്റീവ് ആണ്, എഫ് വൈയും നെഗറ്റീവ് ആണ്. അതാണ് ഈ കേസ്. ഓക്കെ, പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് ഈ ഒരു ഡയറക്ഷൻ വന്നേനെ. അപ്പോൾ നമുക്ക് സെക്കൻഡ് കേസിൽ രണ്ടും നെഗറ്റീവ് ആയിരുന്നു. ഇനി നമുക്ക് തേർഡ് കേസിൽ എഫ് എക്സ് പോസിറ്റീവും എഫ് വൈ നെഗറ്റീവ് ആവുന്ന കേസ് എങ്ങനെയാണെന്ന് നോക്കാം. അങ്ങനെയാണെങ്കിൽ എഫ് എക്സ് പോസിറ്റീവ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഡയറക്ഷൻ ആയിരിക്കും. ദിസ് ഇസ് സിഗ്മ എഫ് എക്സ് ആൻഡ് നെഗറ്റീവ് വൈ ഡയറക്ഷൻ ഇസ് ഇങ്ങനെ അല്ലേ, സിഗ്മ എഫ് വൈ. ദെൻ ദ റിസൾട്ടൻറ്റ് വിൽ ബി along this particular direction and the alpha will be like this. ഇനി ഫൈനൽ കേസ് ഇനി എന്തായിരിക്കും? വേറൊരു കേസ് വരുന്നത് എന്തായിരിക്കും? എഫ് വൈ പോസിറ്റീവ് ആൻഡ് എഫ് എക്സ് നെഗറ്റീവ്, ദറ്റ് ഇസ് സിഗ്മ എഫ് എക്സ് ഇസ് നെഗറ്റീവ് ആൻഡ് സിഗ്മ എഫ് വൈ ഇസ് പോസിറ്റീവ്. ഇൻ ദാറ്റ് കേസ് sigma fx is acting in the negative direction and sigma fy is acting in the positive direction, positive y direction, sigma fy. Then the resultant will be acting along this direction, that is capital R, and alpha is the angle subtended by the resultant with the x-axis, where tan alpha equal to absolute value of sigma fy by sigma fx. So these are the four possibilities. അപ്പോൾ നമുക്ക് സിഗ്മ എഫ് എക്സ് ഒരു പ്രോബ്ലം കിട്ടുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ വാട്ട് വി ഡു ഇസ് വി ജസ്റ്റ് റിസോൾവ് ദ ഫോഴ്സസ് ഇൻ ടു 2 components and then pair it as sigma fx and sigma fy. We will find the values of sigma fx and sigma fy.
Then we will see whether it is positive or negative. Based on that, any of these four condition will be satisfied, whether it is both are positive or both are negative, or like this, that is fx is positive and fy is negative, അല്ലെങ്കിൽ എന്തായിരിക്കും fy നെഗറ്റീവ് fy പോസിറ്റീവും fx നെഗറ്റീവ് ആവാം. അപ്പം ഏതെങ്കിലും ഒരു കേസിനകത്ത് വരും. അതിനനുസരിച്ച് നമ്മൾ ഈ ഒരു ഫിഗർ വരയ്ക്കും. ദെൻ വി വിൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ് ആർ ആൻഡ് ടാൻ ആൽഫ. ടാൻ ആൽഫ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്താണ് ആൽഫ കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് റിസൾട്ടൻറ്റിൻ്റെ ഡയറക്ഷൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് എന്നായിരിക്കും ക്വസ്റ്റ്യനിൽ ചോദിക്കുക. അപ്പം മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ, വെദർ ഇറ്റ് ഈസ് 50 കിലോ ന്യൂട്ടൺ ഓർ 20 കിലോ ന്യൂട്ടൺ 30 കിലോ ന്യൂട്ടൺ, എന്താണ് അതിൻ്റെ വാല്യൂ, അതിനെയാണ് നമ്മൾ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇനി ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ റിസൾട്ടൻ്റ് ഏത് ആംഗിളിലാണ് ആക്ട് ചെയ്യുന്നത്, അത് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഈ ഒരു റിലേഷൻ ഉപയോഗിക്കുന്നത്. ടാൻ ആൽഫ ഈക്വൽ ടു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് സിഗ്മ എഫ് വൈ ബൈ സിഗ്മ എഫ് എക്സ്, വേർ ആൽഫ ഈക്വൽ ടു എന്തായിരിക്കും ടാൻ ഇൻവേഴ്സ് ഓഫ് ദിസ് പർട്ടിക്കുലർ വാല്യൂ. അപ്പോൾ നമുക്ക് ആൽഫയും അതേപോലെ ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും കിട്ടും. അപ്പോൾ ഈ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നമുക്കൊരു പ്രോബ്ലം ചെയ്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, സോ വിൽ ഗോ ടു ദ പ്രോബ്ലം. ദിസ് ഇസ് എ സിമ്പിൾ പ്രോബ്ലം, ജസ്റ്റ് നോട്ട് ഔട്ട്. അതായത് ഡിറ്റർമിൻ ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ദ റിസൾട്ടൻറ്റ് of the following set of forces acting on the body. We have got 4 forces like this. Using these forces, we have to find the resultant. First force is 200 Newton, inclined 30 degree with east towards the north. These are all based on the east, west, north, south directions. Okay. East, west, north, south എന്ന് പറയുമ്പോൾ എങ്ങനെ ആയിരിക്കും? ഈസ്റ്റ്, വെസ്റ്റ്, നോർത്ത്, സൗത്ത് അല്ലേ? അപ്പം 200 ന്യൂട്ടൺ ഇൻക്ലൈൻഡ് 30 ഡിഗ്രി വിത്ത് ടുവേർഡ്സ് ദ നോർത്ത് എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെ ആയിരിക്കും? അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിയെടുക്കുക, അതിന് ശേഷം ഞാൻ പറയാം. ഓക്കെ, ക്വസ്റ്റ്യൻ എഴുതി കഴിയുമ്പം നിങ്ങൾ ചാറ്റ് ബോക്സിൽ യെസ് എന്ന് പറഞ്ഞിട്ട് ഇടുക. ഓക്കെ, okay, I think you have completed. Okay, fine. So first of all, whenever a question is asked like this, the first step is to draw the figure. Okay, doing that, first you have to consider the axis. Okay, this is the x-axis and the y-axis. This is the positive x-axis, negative x-axis, negative y-axis, positive y-axis. Now we can mark the forces. You can use another color for that. Okay, first force 200 Newton. 200 Newton. This is the first force. It is inclined 30 degree with east. So here it is east, west, north and south. So 200 Newton inclined 30 degree with the east. 30 degree with the east towards the north. North എന്ന് പറയുമ്പം എന്താണ്? ടോപ്പ് സൈഡ് ആണല്ലേ, ടോപ്പിലേക്ക്. അതായത് the force is like this. This is the force 200 Newton which is inclined 30 degree with east
towards the north. So this angle is 30 degree. Then 250 Newton, second force is 250 Newton towards the north. That is 250 Newton is acting towards the north. That means the force is in this particular direction. This is 200 Newton. Next, third force is 300 Newton. 300 Newton is acting towards northwest. Northwest means equally inclined to north and west. North, here it is north and here it is west. So, equally inclined. Equally inclined means what is the angle? 45 each, right? So, this angle is 45. This is 300 Newton. 300 Newton. Oh, this is 250, right? $250. Okay, 250, 300. And then last 350 Newton inclined at 40 degree with west. 40 degree with west towards the south. That means the force is like this. This is the 350 Newton force, which is acting at an angle 40 degree. Okay, so these are the four forces acting. Now, so we get the figure like this. Now what we have to do is, first of all, we have to split the forces into its components, and then we have to group to sigma fx and sigma fy. So we will find, first of all, we will find the values of sigma fx and sigma fy. Then we will check whether it is positive or negative, and based on that we will draw the figure, okay, and find the values of r and alpha. So in order to that and find that, first of all we will see what are the components of each forces. We'll see the for it. So for 200 Newton force, what are the components? We will see here one by one. For 200 Newton is acting like this, right? 200 Newton is acting like this. So the components and its angle is 30 degree. 30 degree. So the this particular 30 degree, it is making with the x-axis. So 200 Newton is making 30 degree with x-axis. So the x component will be cos theta, right? And the other component will be sin theta. So the two components will be acting in these two particular directions. That is, this one is x component will be 200 cos or sin. Cos theta or sin theta? X component. Chat book. Cos theta. Cos theta, right? Cos theta. Cos theta. കാരണം എന്താണ്? It is making with the x-axis. X-axis ആയിട്ട് making angle ആണ് theta. Therefore, it is cos 30. So the other component will be automatically 200 sin 30. നമുക്ക് രണ്ട് കോമ്പണൻസ് കിട്ടി. ഇനി ഇതിൻ്റെയൊക്കെ ഡയറക്ഷൻ നോക്കാം. ഡയറക്ഷൻ നോക്കുകയാണെങ്കിൽ എന്താണ്? ഇത് പോസിറ്റീവ് ഡയറക്ഷനാണ് അല്ലേ? ദിസ് ഇസ് പോസിറ്റീവ് ആൻഡ് ദിസ് ഇസ് ഓൾസോ പോസിറ്റീവ്. മുകളിലേക്കാണ് ആക്ട് ചെയ്യുന്നത് അല്ലേ? അതുകൊണ്ട് ഇത് പോസിറ്റീവ് ആണ് നോക്കി. സോ ദീസ് ആർ ദ ടു കോമ്പണൻസ് ഓഫ് 200 Newton. Now we'll see the components of 250 Newton. 250 Newton ഒരു പ്രത്യേകതയുണ്ട്. 250 Newton. ഈ 250 Newton ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പെർഫെക്റ്റ്ലി വെർട്ടിക്കലാണ് അല്ലേ? അപ്പോൾ പെർഫെക്റ്റ്ലി വെർട്ടിക്കൽ അതേപോലെ പെർഫെക്റ്റ്ലി
ഹൊറിസോണ്ടൽ ആയിട്ടുള്ളതിനെ നമുക്ക് കമ്പോണൻ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യേണ്ട. അതായത് ഇപ്പോൾ നമുക്കിവിടെ നോക്കാം, അല്ലെങ്കിൽ തന്നെ suppose we have ഇങ്ങനൊരു ഫോഴ്സ് F1, അതുപോലെ F2, F3, F4, ഈ 4 കേസ് നോക്കാം. ഫസ്റ്റ് കേസിൽ ഇത് കംപ്ലീറ്റ്ലി വെർട്ടിക്കലാണ് അല്ലേ, വെർട്ടിക്കലി അപ്വേർഡാണ്. ഇതിന് എക്സ് കമ്പോണൻ്റ് ഉണ്ടാവില്ല, വൈ കമ്പോണൻ്റ് മാത്രമായിരിക്കും ഉണ്ടാവുക. അതായത് F1 എക്സ് എന്ന് പറഞ്ഞാൽ F1 എക്സ് വിൽ ബി ഈക്വൽ ടു 0. അതായത് ഇത് പെർഫെക്റ്റ്ലി വൈ ഡയറക്ഷനാണ്, പോസിറ്റീവ് വൈ ഡയറക്ഷനിൽ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വൈ കമ്പോണൻറ്റ് F2y എന്ന് പറയുന്നത് എന്തായിരിക്കും? സാധാരണഗതിയിൽ എന്താണ് F2 അല്ലെങ്കിൽ F2 അല്ല F1y. വൈ കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ ആ ഫോഴ്സ് ഇൻറ്റു ഒരു ആംഗിളൊക്കെ ഉണ്ടാവും അല്ലേ, കോസ് തീറ്റ അല്ലെ സൈൻ തീറ്റ എന്നൊക്കെ പറഞ്ഞ് വരും. ഇവിടെ ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല, ജസ്റ്റ് ആ വാല്യൂ തന്നെ എഴുതുക. ദാറ്റ് ഇസ് F1 ഇറ്റ്സെൽഫ്, സൈനും കോസൊന്നും വേണ്ട. ഓക്കെ. ഇനി വെർട്ടിക്കലി ഡൗൺവേർഡ്സ് വരുന്ന കേസിൽ ഇവിടെ 2 കോമ്പണൻസ് ഉണ്ടാവും. ഇതിനും F2ൻ്റെ എക്സ് കോമ്പണൻ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 0 ആണ്. കാരണം എന്താണ്, ഇത് പെർഫെക്റ്റ്ലി വൈ കമ്പോണൻ്റ് ആണ്, അല്ലെങ്കിൽ വൈ ഡയറക്ഷനിൽ മാത്രമാണ് ആക്ട് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ആക്ടിങ് ഓൺലി ഇൻ ദ വൈ ഡയറക്ഷൻ. സോ ദർ ഇസ് നോ കോമ്പണൻറ്റ് അലോങ് ദ എക്സ് കമ്പോണൻറ്റ്. അതുകൊണ്ട് എക്സ് കമ്പോണൻറ്റ് 0. ഇനി വൈ കമ്പോണൻറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? വൈ കമ്പോണൻറ്റ് വിൽ ബി ദ വാല്യൂ ഇറ്റ് സെൽഫ്. എന്താണ്? F2 തന്നെ. പക്ഷേ ഇത് നെഗറ്റീവ് ഡയറക്ഷൻ ആയതുകൊണ്ട് നമ്മൾ ഒരു നെഗറ്റീവ് എന്ന് കൊടുക്കും, -F2 എന്നായിരിക്കും കൊടുക്കുക. ഇനി തേർഡ് കേസ്, ഫോർ ദ തേർഡ് കേസ് എന്തായിരിക്കും? ഇവിടെ എക്സ് മാത്രമാണ്. ഇറ്റ് ഈസ് ആക്ടിങ് അലോങ് ദ പെർഫെക്റ്റ്ലി ഇൻ ദ എക്സ് ഡയറക്ഷൻ ആൻഡ് ദാറ്റ് ടു ഇൻ ദ പോസിറ്റീവ് ഡയറക്ഷൻ. സോ വി ക്യാൻ സേ F3x will be equal to എന്തായിരിക്കും? F3 itself, and F3y will be equal to 0. There is no component along the y direction. വെർട്ടിക്കലി ആയിട്ട് ഒന്നുമില്ല, പെർഫെക്റ്റ്ലി എക്സ് ഡയറക്ഷൻ ആണ്. ഇനി ലാസ്റ്റ് കേസിൽ എന്താണ്? പെർഫെക്റ്റ്ലി എക്സ് ഡയറക്ഷൻ ആണ്, നെഗറ്റീവ് എക്സ് ഡയറക്ഷൻ ആണ്. ദെയർഫോർ ദ എക്സ് കോമ്പോണൻറ്റ് വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും? F4 itself, but in the negative direction. Therefore -F4. അതേപോലെ y component എന്ന് പറയുന്നത് എന്തായിരിക്കും? y component will be 0. No y component. ഈ ഒരു കേസ് നമ്മൾ കരുതുക. ഓക്കെ. നമ്മൾ നേരത്തെ പറഞ്ഞ എന്തായിരുന്നു? ഇതല്ലാതെ ഇപ്പം എക്സ്, ഇതിപ്പോൾ പെർഫെക്റ്റ്ലി either it is perfectly along the y axis or along the x axis. ഇത് രണ്ടും അല്ലാത്ത കേസുകളായിരുന്നു നമ്മൾ പറഞ്ഞത്. എന്തായിരുന്നു? ഇങ്ങനെ വരുന്ന കേസ്, അല്ലെങ്കിൽ ഇങ്ങനെ വരുന്ന ഒരു കേസ് ഉണ്ടാവും. അതുപോലെ അങ്ങനെയുള്ള കുറേ കേസുകളായിരുന്നു നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അല്ലാത്തപ്പോഴൊക്കെ നമുക്ക് ഇങ്ങനെ എഴുതാം. ഓക്കെ. നൗ ഓക്കെ, അപ്പോൾ therefore നമുക്ക് ഇനി പ്രോബ്ലത്തിലേക്ക് വരാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫോഴ്സ് നമ്മൾ പറഞ്ഞു 200 ന്യൂട്ടൺ, അതിൻ്റെ കോമ്പണൻസ് നമ്മൾ കണ്ടു. ഇനി അപ്പം സെക്കൻഡ് ഫോഴ്സായ 250 ന്യൂട്ടൻ്റെ ആകുമ്പം എന്തായിരിക്കും അതിൻ്റെ കോമ്പണൻസ് വരിക? Fx 0 ആയിരിക്കും അല്ലേ, Fx 0 ആണ്. ഇനി Fy എന്ന് പറയുന്നത് എന്തായിരിക്കും? പോസിറ്റീവ് 250 ന്യൂട്ടൺ ആയിരിക്കും. ഇനി തേർഡ് ഫോഴ്സ് 300 ന്യൂട്ടൻ്റെ കേസ് എങ്ങനെയാണെന്ന് നോക്കാം. 300 ന്യൂട്ടൺ ഇതുപോലെ ഇങ്ങനെ ആക്ട് ചെയ്യുന്നുണ്ട്. 300 ന്യൂട്ടൺ അറ്റ് ആൻ ആംഗിൾ എന്താണ്? 45 ഡിഗ്രി വിത്ത് വെർട്ടിക്കലോ ഹൊറിസോണ്ടലോ ഏത് വേണമെങ്കിലും പറയാം, രണ്ടും സെയിം ആണ് അല്ലേ. വെർട്ടിക്കലുമായിട്ട് മേക്കുന്ന ആംഗിൾ 45 ഡിഗ്രിയാന്ന് പറഞ്ഞു. ഇനി ഇതിൻ്റെ കോമ്പണൻസ് ഏതൊക്കെ ഡയറക്ഷൻ ആയിരിക്കും? 1 along the upward direction and 1 along the negative x direction. അപ്പോൾ ഇതിൻ്റെ കോമ്പണൻസ് എന്തായിരിക്കും? ഇത് 300 is making 45 with vertical. So the vertical component will be, or y component will be cos theta അല്ലേ. അതായത് 300, this is 300 cos theta, cos 45
and this one will be 300 sine 45. This positive direction, therefore it is positive, and this is along the negative x direction, therefore it is negative. Okay. Now the last force, that is 350 Newton. 350 Newton acting 350 Newton is acting in this particular direction, and the angle made with the x-axis is given as 40 degree. So since this force is making an angle 40 with the x-axis, so the x component will be that particular cos theta, right? So the components will be like this. X component is 350 cos 40, and the y component is 350 sine 40, and both are acting in the negative direction. So we got we have now what we do is, we had 4 forces, that is 200 Newton, 250 Newton, 300 Newton, and 350 Newton. Then we do is we just split into 8 components. So altogether we get 8 components, that is 200 cos 30, 200 sine 30, 250 0, 300 cos 45, 300 cos 45, 350 cos 40, 350 sine 40. Now next is we have to group these components, that is we have to find the value of sigma fx and sigma fy. അപ്പോൾ നമ്മൾ പരീക്ഷയ്ക്ക് ഇപ്പോൾ ഈ പറഞ്ഞ ഈ ഗ്രീൻ കളറിൽ കാണുന്ന ഫിഗറൊന്നും നമ്മൾ വരയ്ക്കില്ല. നമ്മൾ ജസ്റ്റ് മെയിൻ ഫിഗറായ ഇവിടെ കാണുന്ന ഈ ഫിഗർ നോക്കിയിട്ട് നമ്മൾ ജസ്റ്റ് സിഗ്മ എഫക്സും സിഗ്മ എഫ്ഐയും എഴുതുമായിരിക്കും ചെയ്യുക. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് നിങ്ങളിപ്പോൾ പഠിക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടി ഇപ്പോൾ ഇങ്ങനെ ഒന്ന് വരച്ച് കാണിച്ചതേ ഉള്ളൂ. നിങ്ങൾ ആഫ്റ്റർ ഓൾ നിങ്ങൾ ബൈ ദ ടൈം ബീയിങ് അതുമായിട്ട് റെഡിയായി വരും. ഓക്കെ. അപ്പോൾ നമുക്ക് എഴുതാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു വരുന്നത് സിഗ്മ എഫ് എക്സ് ആണ്. സിഗ്മ എഫ് എക്സ് എങ്ങനെ കണ്ടുപിടിക്കുന്നു നോക്കാം. സിഗ്മ എഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇതിലെല്ലാത്തിലെയും കൂടെ എന്താണ്, എക്സ് കമ്പോണൻറ്റുകളെയൊക്കെ നമ്മളങ്ങോട്ട് പ്ലസ് ചെയ്യും. അപ്പോൾ ചിലത് പോസിറ്റീവ് ഉണ്ടാവും, ചിലത് നെഗറ്റീവ് ഉണ്ടാവും. നെഗറ്റീവ് വരുന്നതിനൊക്കെ എന്തായിരിക്കും, മൈനസ് കൊടുക്കും, അല്ലാത്തതിനൊക്കെ പോസിറ്റീവ് കൊടുക്കും. അപ്പം അങ്ങനെ ആണെങ്കിൽ നമുക്ക് എന്തായിരിക്കും സിഗ്മ എഫ് എക്സിൻ്റെ വാല്യൂ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഫാത്തിമത്തുൽ ഷഹല എം കെ. ഉണ്ടോ? കേൾക്കുന്നില്ല. ഓക്കെ. സാരംഗ് സലീലൻ. സാരംഗ് അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തായിരിക്കും സിഗ്മ എഫ് എക്സ് എന്ന് പറഞ്ഞ് വരിക? അപ്പം നമുക്കിങ്ങനെ 8 കോമ്പണൻസ് കിട്ടി അല്ലേ, ഓൾ ടുഗദർ. അപ്പം എന്തൊക്കെയായിരിക്കും സിഗ്മ എഫ് എക്സ് എന്ന് പറയുമ്പം ഇതിനകത്ത് എക്സിനെ മാത്രം, ഓരോ ഫോഴ്സിൻ്റെയും എക്സ് കമ്പോണൻറ്റുകളെ നമ്മളിങ്ങനെ പ്ലസ് ചെയ്ത് പോവുക. അപ്പോൾ ഫസ്റ്റ് നമുക്ക് 200ൻ്റെ കേസ് നോക്കാം. 200ൻ്റെ എക്സ് കമ്പോണൻറ്റ് എന്തായിരുന്നു? ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്തായിരുന്നു ഈ കാണുന്നത്? 200 cos 30 അല്ലേ? അപ്പോൾ 200 cos 30. ഇനി സെക്കൻഡിൻ്റെ എന്തായിരുന്നു? 250 ന്യൂട്ടൻ്റെ എന്തായിരുന്നു എക്സ് കമ്പോണൻറ്റ്? അതിൻ്റെ എക്സ് കമ്പോണൻറ്റ് 0 ആണ് അല്ലേ? 0 ആണ്. അപ്പം 200 cos 30 പ്ലസ് 0, ഇനി പ്ലസ്, ഇനി 300 ന്യൂട്ടൻ്റെ കേസ് എന്തായിരുന്നു? എക്സ് കമ്പോണൻറ്റ് 300 സൈൻ 45, പക്ഷെ അത് മൈനസ് ആണ്, നെഗറ്റീവ് ഡയറക്ഷൻ ആയിട്ട്. ഇനി ഇവിടുത്തെ കേസ്, ലാസ്റ്റ് കേസിന് എന്തായിരിക്കും?
നെഗറ്റീവ് ഡയറക്ഷനിൽ -350 cos 40. ഓക്കെ, മ്യൂട്ട് ചെയ്തോ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് 200 cos 30. So this is 200 cos 30 പ്ലസ് ഇനി സെക്കൻഡ് 250 ന്യൂട്ടൻ്റെ സെക്കൻഡ് കേസ് 250 ന്യൂട്ടൺ. ഇവിടുത്തെ എക്സ് കോമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? 0 അല്ലേ? 0. ദെൻ ഈ കേസിൽ 300 ന്യൂട്ടൻ്റെ എന്തായിരുന്നു? 300 sin 45 വിച്ച് ഈസ് നെഗറ്റീവ് ഡയറക്ഷൻ അല്ലേ? ഇത് നെഗറ്റീവ് ആണ്. 300 sin 45 therefore minus 300 sin 45. then last case ഇവിടുത്തെ എക്സ് കോമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 350 cos 40 which is in the negative direction minus 350 cos 40. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കിട്ടിയത് അല്ലേ? അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു ഇതിൻ്റെ വാല്യൂ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടേണ്ടത് ഏകദേശം മൈനസ് യു വിൽ ഗെറ്റ് എ വാല്യൂ -307.0425. ഓക്കെ, ദിസ് പർട്ടിക്കുലർ നോട്ട്. ഇപ്പോൾ എല്ലാത്തിനും നിങ്ങളൊരു കാര്യം ഓർക്കുക, പോയിന്റ് കഴിഞ്ഞാൽ നമുക്കൊരു 4 ഡെസിമൽ പ്ലേസ് എങ്കിലും മിനിമം 4 ഡെസിമൽ പ്ലേസ് എന്തായാലും കീപ്പ് ചെയ്യുക. ഓക്കെ, ഇല്ലെങ്കിൽ ഇപ്പം 0.0 മാത്രമാക്കി അല്ലെങ്കിൽ 0.04 മാത്രമാണെങ്കിൽ നമുക്ക് അവസാനത്തെ ലാസ്റ്റ് വാല്യൂവിൽ കുറേ വേരിയേഷൻസ് വരും. അപ്പോൾ ഓൾവേസ് കീപ് 4 ഡെസിമൽ പ്ലേസസ്. ഓക്കെ, so you got the value for sigma fx as -307.40425 Newton, which is negative. Now sigma fy എന്താ നോക്കാം. fy ആകുമ്പോൾ for the first force it is 200 sin 30, 200 sin 30, and for the second one it is 250 അല്ലേ? ഇത് വെർട്ടിക്കൽ കോമ്പണന്റ് മാത്രമേ ഉള്ളൂ, fy മാത്രമേ ഉള്ളൂ. സോ ഇറ്റ് ഈസ് 250 plus 250. then for the third case it is 300 cos 45 in the positive direction. Cos 45. And for the last case it is 350 sin 40 in the negative direction. 350 sin 40, right? 350 sin 40, and you get the value as 337.1564 Newton. So here you get a negative value for sigma fx and a positive value for sigma fy. So the figure will be like this. X is in the negative direction, that is sigma fx, and sigma fy in the positive direction. Please mute your phone. Okay, and the resultant will be like this. This is alpha. So now resultant R will be equal to root of sigma fx square plus sigma fy square, which is equal to root of -307.0425 square plus 337.1564 square, which is equal to, you get the value as 456.01
Newton. This is the magnitude of the resultant. Now you have to find the direction of the resultant. In order to find the direction, we have the relation tan alpha equal to absolute value of sigma fy by sigma fx, right? That is absolute value of 337.1564 divided by minus 307.0425. നമ്മൾ ഈ മൈനസ് വാല്യൂ നമ്മൾ എടുക്കില്ല. ഇതിനകത്ത് നമുക്ക് ആൽഫ കിട്ടും അല്ലേ. ആൽഫ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് this particular value 337.1564 by minus 307.0425 is equal to almost 47.67 degrees. Okay, so this is the magnitude and this is the direction. Okay, ഇതൊന്ന് ചെയ്തു നോക്കിയേ വേഗം. ഇത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞിട്ട് ഒന്ന് ചാറ്റ് ബോക്സിൽ ഇടുക. Gadhakrishnan, please mute your phone. ഫസ്റ്റ് കേസ് ഒന്നുകൂടി പറയുമോ? ഫസ്റ്റ് കേസ് എന്ന് ഉദ്ദേശിച്ചത് ഇവിടെ നമ്മൾ ചെയ്ത വേറൊന്നുമല്ല. ഇപ്പോൾ വി ഹാവ് സം സെറ്റ് ഓഫ് ഫോഴ്സസ്. ഇപ്പോൾ ഇവിടെ നമുക്ക് 4 ഫോഴ്സ് തന്നേ ഉള്ളൂ. മേ ബി 5 or 6 or എനി നമ്പർ. അതിനെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ we are splitting or resolving these forces into x component and y component. അതായത് force along the x component and the force along the y component. Then we are grouping these forces into x and y. രണ്ട് കോമ്പണൻ്റ് ആയിട്ട് മാറ്റുവാണ്. എല്ലാത്തിനും ടോട്ടൽ ഫോഴ്സുകളെ എല്ലാം കൂടെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതായത് സിഗ്മ എഫ് എക്സ് വിച്ച് കണ്ടെയ്ൻസ് ദ എക്സ് കോമ്പോണൻസ് ഓഫ് ദ ഓൾ ഫോഴ്സസ് ആൻഡ് സിഗ്മ എഫ് വൈ വിച്ച് കണ്ടെയ്ൻസ് the set of all components in the y direction. Then using these sigma fx and sigma fy, we are calculating the resultant by using the resultant reaction relation, that is root of sigma fx square plus sigma fy square. അതിനുശേഷം എന്താ നമ്മൾ ചെയ്തത്? ഡയറക്ഷന് വേണ്ടി ടാൻ ആൽഫ ഈക്വൽ ടു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് സിഗ്മ എഫ് വൈ ബൈ സിഗ്മ എഫ് എക്സ് ആ റിലേഷൻ കൊടുക്കുന്നു. അപ്പം പല ടെക്സ്റ്റിൽ പല രീതിയിലായിരിക്കും. ചില ടെക്സ്റ്റിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ടാൻ ആൽഫ ഈക്വൽ ടു സിഗ്മ എഫ് വൈ ബൈ സിഗ്മ എഫ് എക്സ് എന്നായിരിക്കും കാണുക. അവിടെ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ദേ ആർ ടേക്കിംഗ് ദ ആംഗിൾ ആൽഫ ആസ് എന്താണ് ആംഗിൾ അതെന്ന് വെച്ചാൽ എഫ് വൈയുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആയിരിക്കും. ആംഗിൾ മെയ്ഡ് ബൈ ദ റിസൾട്ടൻറ്റ് വിത്ത് ദ വൈ ആക്സിസ്. അതാണ് എക്സ് ആൽഫ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ആ കേസിൽ നമുക്ക് ടാൻ ആൽഫ ഈക്വൽ ടു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് സിഗ്മ എഫ് എക്സ് ബൈ എഫ് വൈ എന്ന് പറഞ്ഞ് വരും. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും വരാം. നമുക്കിപ്പം ഈ ഒരു രീതിയിൽ ചെയ്തു പോവാം. അതായത് എക്സ് ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആൽഫ, വി ഗെറ്റ് ദാറ്റ് ലൈക്ക് ദാറ്റ്. അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആൽഫ കണ്ടുപിടിക്കുന്നത്.
ഓക്കെ, ഇപ്പോൾ ഒരു കാര്യം ചെയ്യാം. അപ്പം കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, അവർ ടൈം ഈസ് ഒരു കാര്യം, നെക്സ്റ്റ് പ്രോബ്ലം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. അപ്പോൾ ഇതുവരെയുള്ള പ്രോബ്ലം ഒക്കെ നിങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു കുറച്ച് ഹോംവർക്കായിട്ടുള്ള 1-2 പ്രോബ്ലം ഞാൻ നിങ്ങൾക്ക് തരാം, നിങ്ങളുടെ ഗ്രൂപ്പിലിടാം. ഓക്കെ, അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കുക. കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അറ്റൻഡൻസ് ഒന്ന് ചാറ്റ് ബോക്സിൽ ഇട്ടേര്.